ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാനായി തിരഞ്ഞെടുത്ത കല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മിനുസമുള്ള കല്ലുകളായിരുന്നു എന്നുള്ളതാണ്. മിനുസമുള്ള കല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് റെഡി ടു യൂസ് ആണ്. ഉപയോഗിക്കുന്നവന് ഉപയോഗിക്കത്തക്ക രീതിയിൽ പ്രാപ്തമായ കല്ലുകളാണ് മിനുസമുള്ള കല്ലുകൾ. അതൊരിക്കലും ഉപയോഗിക്കുന്നവന്റെ കൈകൾക്ക് ക്ഷതം വരുത്തുകയില്ല, മുറിവേൽപ്പിക്കുകയില്ല. അത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിക്കും എന്നുള്ളത് സുനിശ്ചയമാണ്. നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കി മാറ്റുന്ന ഒരു അനുഭവമാണ് പരുപരുത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നാം മിനുസമുള്ളവരായി സ്മൂത്തായി തീരുക എന്നുള്ളത്. റഫായിട്ടുള്ള ജീവിത അനുഭവങ്ങളിൽ ഒരുപക്ഷെ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, നമ്മളെ തൊടുന്നവർക്കും നമ്മളെ ഉപയോഗിക്കുന്നവർക്കും നമ്മളെ കാണുന്നവർക്കും മുറിവേൽക്കത്തക്ക രീതിയിൽ ജീവിത അനുഭവങ്ങളിൽ നമ്മളിൽ നിന്ന് പുറത്തു വന്നെന്ന് വരാം. ചില കല്ലുകൾ പരുപരുത്ത അനുഭവത്തിൽ നിന്നും അത് മിനുസമുള്ളതായി മാറാൻ എടുക്കുന്ന സമയം ദീർഘമായിരിക്കാം, പ്രക്രിയകൾ വേദനാജനകമായിരിക്കാം. എന്നാൽ മിനുസമുള്ള കല്ലുകൾക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുകയുള്ളൂ. മിനുസമുള്ള കല്ലുകൾക്ക് മാത്രമേ ഉടമസ്ഥന്റെ കൈകളിൽ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഇരിക്കുന്നത് കയ്യിലല്ല സഞ്ചിയിലാണെങ്കിൽ പോലും സഞ്ചി കീറിപ്പോകാതിരിക്കണമെങ്കിൽ കല്ലുകൾ മിനുസമുള്ളതായി മാറിയേ പറ്റൂ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നാം റഫ് ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും നമ്മളൊരു ബുദ്ധിമുട്ടായി മാറും. എന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും തുടങ്ങി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഒരുപോലെ നാം സ്മൂത്തുള്ളവരായി മിനുസമുള്ളവരായി മാറുമെങ്കിൽ നമ്മളെ തൊടുന്നവർക്ക്, നമ്മളെ അനുഭവിക്കുന്നവർക്ക്, നമ്മളെ കാണുന്നവർക്ക് നാം ഒരു അനുഗ്രഹമായി മാറും എന്ന് മാത്രമല്ല, നമ്മെ ഉപയോഗിക്കേണ്ടവൻ ഉപയോഗിക്കുമ്പോൾ നാം ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഓരോരോ ദുരനുഭവങ്ങൾ, കഷ്ടതകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇത് നമ്മെ ഒരുക്കിയെടുക്കുന്ന, നമ്മെ മിനുസപ്പെടുത്തുന്ന പ്രക്രിയകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുമ്പോഴും പരുപരുത്ത ചില അനുഭവങ്ങളിൽ നിന്ന് മിനുസമുള്ള ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം മാറിക്കഴിയുമ്പോൾ എൻ്റെ ഉടയവന് എന്നെ തിരഞ്ഞെടുക്കാൻ ഒരു ഇഷ്ടം തോന്നിയാൽ തോട്ടിലും കാട്ടിലും വീട്ടിലും കിടക്കുന്ന പലതിനേക്കാൾ ഉപയുക്തമായ ഒരു അനുഭവത്തിലേക്ക് അവൻ എന്നെ കൊണ്ടെത്തിക്കും എന്നുള്ളത് സുനിശ്ചയമാണ്. നഷ്ടപ്പെട്ട കാലങ്ങൾക്കും സമയങ്ങൾക്കും പരിധികൾക്കും അപ്പുറത്ത് നിങ്ങൾ പാഞ്ഞു ചെന്ന് ചില വെല്ലുവിളികളെ തകർക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നടത്തുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. മിനുസമുള്ള കല്ലുകളായി സഞ്ചിയിൽ അകപ്പെട്ടിട്ടും കവണയിൽ വന്നിരുന്നിട്ടും എന്നെ പുറകോട്ട് വലിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം പലപ്പോഴും നാം ചോദിക്കുമ്പോൾ, നീ ശക്തമായി മുൻപിലേക്ക് ചെന്ന് പതിക്കുവാൻ വേണ്ടിയാണ്. ചിലതിനെ തകർക്കാൻ, ചിലതിനെ ഉടയ്ക്കാൻ, ചില വെല്ലുവിളികളെ നിലംപരിചാക്കാൻ, ഒന്ന് വലിച്ചു വിടാൻ നമ്മളെ പുറകോട്ടൊന്ന് വലിക്കുമ്പോൾ അതൊരു പിന്മാറ്റമല്ല, മുന്നോട്ടുള്ള പോക്കല്ല, മുൻപോട്ട് കുതിക്കത്തക്ക രീതിയിലേക്ക് ചില പദ്ധതികൾ അവൻ നമ്മൾക്ക് മുൻപിൽ ഒരുക്കി വെക്കുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയട്ടെ. നമ്മളെ അവൻ ഒരുക്കിയെടുക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ജനത്തെ, ഒരു സമൂഹത്തെ, ഒരു വലിയ കൂട്ടത്തെ, ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമെങ്കിൽ, നിസാരം ഒരു കല്ലാണ് ഞാനെങ്കിലും ഒരു രാജ്യത്തിന് മുൻപിൽ ഉയർന്നു നിന്ന് വെല്ലുവിളിയെ തകർത്ത് നിലംപരിചാക്കുവാൻ ആ കല്ലിന് കഴിഞ്ഞെങ്കിൽ, ഇത് കേൾക്കുന്ന നിങ്ങളെയും അതുപോലെ ഉപയോഗിക്കാൻ ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാതിരുന്ന അനുഭവത്തിൽ നിന്ന് മിനുസമുള്ളതാക്കി തിരഞ്ഞെടുത്ത് പാഞ്ഞു ചെല്ലുന്ന അനുഭവത്തിലേക്ക് ദൈവം സാഹചര്യങ്ങളെ, അനുഭവങ്ങളെ തിരിക്കട്ടെ. മാന്യമായ അനുഭവങ്ങളിലേക്കും അവസ്ഥകളിലേക്കും ഉയർച്ചകളിലേക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റി ഈ അനുഭവങ്ങൾ തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.